കൊച്ചുമക്കളെ, നിങ്ങളെല്ലാവരെയും ദ വേ ടു സക്സസ് എന്ന ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഫസ്റ്റ് ടൈമിലെ പരീക്ഷയൊക്കെ കഴിഞ്ഞു. ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്ന ഫിസിക്സിൻ്റെ ചാപ്റ്ററുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒന്നാമത്തെ ടൈമിൽ മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ ഒന്നാം ചലന നിയമം വരെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ രണ്ടാം ചലന നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സാവധാനത്തിലായിരിക്കും ഞാൻ കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ വേണ്ടി വന്നാൽ എഴുതിയെടുക്കാനുള്ള സമയവും അതിൽ കാണും. എഴുതി പഠിക്കണം. ഫിസിക്സ് മാത്സൊക്കെ എഴുതി പഠിച്ചെങ്കിലേ കാര്യങ്ങൾ നടക്കൂ, മെമ്മറിയിൽ നിൽക്കത്തുള്ളൂ. നല്ലതുപോലെ എഴുതി പഠിക്കണം. ടെക്സ്റ്റ് വായിക്കണ്ട എന്ന് ഞാൻ പറയില്ല, ടെക്സ്റ്റ് വായിക്കണം. ടെസ്റ്റിനകത്ത് ഓരോ വാചകവും ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ടെസ്റ്റ് വായിക്കണം. ഇനി വീഡിയോ കണ്ടതിന് ശേഷം എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. മാക്സിമം എത്തിക്കാൻ പറ്റുന്നിടത്തൊക്കെ ഇത് എത്തിക്കണം, ഷെയർ ചെയ്യണം. അത് നിങ്ങൾക്ക് ഞാൻ വിട്ടു തന്നിരിക്കുകയാണ്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് പോകാം. ചലിക്കുന്ന ഏതൊരു വസ്തു ആയിക്കൊള്ളട്ടെ, ആ ചലനം മൂലം അതിന് പ്രത്യേകമായ ഒരു കഴിവ് ലഭിക്കാറുണ്ട്. ആ കഴിവെന്ന് പറയുന്നത് വസ്തുവിൻ്റെ മാസിനെ ആശ്രയിച്ചിരിക്കും, ആ വസ്തുവിൻ്റെ പ്രവേഗത്തെ ആശ്രയിച്ചിരിക്കും. ദ പ്രോപ്പർട്ടി ഓഫ് എ മൂവിംഗ് ബോഡി ഈസ് നോൺ ആസ് മൊമെന്റം. ചലിക്കുന്ന വസ്തുവിൻ്റെ സവിശേഷതയെ നമ്മൾ ആക്കമെന്ന് പറയും. ഈ ആക്കം മാസിൻ്റെയും പ്രവേഗത്തിൻ്റെയും ഗുണനഫലമാണ്. മാസിൻ്റെയും വെലോസിറ്റിയുടെയും ഗുണനഫലമാണ്. മാസ് കൂടിയാൽ ആക്കം കൂടും, വെലോസിറ്റി കൂടിയാലും ആക്കം കൂടും. ഇതൊക്കെ കുറഞ്ഞാൽ ആക്കവും കുറയും. ബോർഡിലേക്കൊന്ന് നോക്കി. ദാണ്ടേ ചലിക്കുന്ന വസ്തുവിന്റെ സവിശേഷതയെ ആക്കം എന്ന് പറയും. ദ പ്രോപ്പർട്ടി ഓഫ് എ മൂവിംഗ് ബോഡി ഈസ് നോൺ ആസ് മൊമെന്റം. ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. മാസിന്റെയും പ്രവേഗത്തിന്റെയും ഗുണനഫലമാണ് ഈ ആക്കം എന്ന് പറയുന്നത്. ചലിക്കുന്ന വസ്തുവിനെ ആക്കമുള്ളൂ, നിശ്ചലാവസ്ഥയിലിരിക്കുന്ന വസ്തുവിന് ആക്കം കാണില്ല. വി 0. അതുകൊണ്ടാണ്. ഇനി മാസിന്റെ യൂണിറ്റ് എന്താ? കിലോഗ്രാം ആണ്. പ്രവേഗത്തിന്റെ യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ ആക്കത്തിന്റെ യൂണിറ്റോ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. ചലിക്കുന്ന വസ്തുവിന് ആക്കമുള്ളൂ, സ്ഥിരാവസ്ഥയിലിരിക്കുന്ന വസ്തുവിന് ആക്കമില്ല എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി നോക്കാം. ഷോർട്ട് ഫോമാണ് ഞാനിവിടെ എഴുതിയിട്ടേക്കുന്നത്. എം മാസുള്ള വസ്തു യു പ്രവേഗത്തോടെ സഞ്ചരിക്കുന്നു. ടി സെക്കൻഡ് കഴിഞ്ഞപ്പോൾ, ഇതൊക്കെ എത്രയോ ആയിക്കൊള്ളട്ടെ, ടി സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അതിന്റെ പ്രവേഗം വി ആയി മാറി. അതാണ് ഞാനിവിടെ എഴുതിയിട്ടിരിക്കുന്നത്. എം മാസുള്ള വസ്തു യു പ്രവേഗത്തോടെ സഞ്ചരിക്കുന്നു. ടി സെക്കൻഡിന് ശേഷം അതിന്റെ പ്രവേഗം വി ആയി മാറി എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ആദ്യ പ്രവേഗം എത്ര? യു. അന്ത്യപ്രവേഗം എത്ര? വി. ഇനിഷ്യൽ വെലോസിറ്റി യു, ഫൈനൽ വെലോസിറ്റി വി. മാസും വെലോസിറ്റിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ആക്കം കിട്ടും, മൊമെന്റം കിട്ടും. അങ്ങനെയാണെങ്കിൽ ആദ്യ ആക്കം ഇനിഷ്യൽ മൊമെന്റം മാസ് ഇൻറ്റു ആദ്യ പ്രവേഗം എം യു. എങ്കിൽ അന്ത്യാക്കം എത്ര ആയിരിക്കും? ഫൈനൽ മൊമെന്റം മാസ് ഇൻറ്റു അന്ത്യപ്രവേഗം എം വി. ഇത് രണ്ടും നമുക്കറിയാമെങ്കിൽ മൂന്നാമത്തേത് ആക്ക വ്യത്യാസം എത്ര ആയിരിക്കും? 3 ആക്ക വ്യത്യാസം എന്തായിരിക്കും? ചേഞ്ച് ഓഫ് മൊമെന്റം. അന്ത്യാക്കത്തിൽ നിന്നും ആദ്യമാക്കം കുറയ്ക്കണം. എം വി മൈനസ് എം യു. അന്ത്യാക്കം മൈനസ് ആദ്യാക്കം. അങ്ങനെയാണെങ്കിൽ ആക്ക വ്യത്യാസത്തിന്റെ നിരക്കോ
ആക്ക വ്യത്യാസം ഭാഗം സമയം, MV മൈനസ് MU ഭാഗം T. അങ്ങനെയാണെങ്കിൽ അതിനകത്തുനിന്ന് M ഞാൻ ഇങ്ങ് പുറത്തെടുത്താലോ, M × V - U/T. V - U/T എന്താ? ആക്സലറേഷൻ ആണ്. അപ്പോൾ ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് MA ആണെന്ന് നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഒന്ന് ബോർഡ് നോക്കി ഒന്നുകൂടെ പറഞ്ഞേ. M മാസുള്ള വസ്തു U പ്രവേഗത്തോടെ സഞ്ചരിക്കുന്നു. T സെക്കൻഡുകൾക്ക് ശേഷം പ്രവേഗം V ആയി മാറി. A body is moving with a velocity U. After T seconds, velocity changes to V. അങ്ങനെയാണെങ്കിൽ ആദ്യാക്കം ഇനിഷ്യൽ മൊമെന്റം MU, അന്ത്യാക്കം ഫൈനൽ മൊമെന്റം MV. ആക്ക വ്യത്യാസം ചേഞ്ച് ഓഫ് മൊമെന്റം, അന്ത്യാക്കത്തിൽ നിന്നും ആദ്യാക്കം കുറയ്ക്കണം, MV - MU. എങ്കിൽ ആക്ക വ്യത്യാസത്തിന് നിരക്കെന്താ? ആക്ക വ്യത്യാസം ഭാഗം സമയം, MV - MU/T. അങ്ങനെയാണെങ്കിൽ രണ്ടിൽ നിന്ന് M ഞാൻ പുറത്തെടുത്തു, ബാക്കി V - U/T. V - U/T എന്താ? ആക്സലറേഷൻ ആണ്. അപ്പോൾ ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് മാസ് ഇൻറ്റു ആക്സലറേഷൻ, ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് MA ആണ് എന്നറിഞ്ഞിരിക്കണം. എന്തിനാ ഇത്രയും പറഞ്ഞതോ? രണ്ടാം ചലന നിയമം പറയുന്നത് ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് അതിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേരനുപാതത്തിൽ. ഇപ്പൊ ഒരു പന്ത് ഉരുണ്ടു പോകുന്നു. ആ പന്തിന് മാസുണ്ട്, പ്രവേഗമുണ്ട്. ഞാനൊരു ബലം പ്രയോഗിച്ചു, പ്രവേഗം കൂടാം, പ്രവേഗം കുറയുകയും ചെയ്യാം പുറകിലേക്കാണെങ്കിൽ. അപ്പൊ ഈ ആക്ക വ്യത്യാസത്തിന്റെ നിരക്കെന്ന് പറയുമ്പോൾ ഞാൻ അതിൽ പ്രയോഗിക്കുന്ന ബലത്തിന് നേരനുപാതത്തിലാണ്. വലിയ ബലം പ്രയോഗിച്ചാൽ ആക്ക വ്യത്യാസം കൂടും, ചെറിയ ബലം പ്രയോഗിച്ചാൽ ആക്ക വ്യത്യാസത്തിന്റെ നിരക്കും കുറഞ്ഞിരിക്കും. അതാണ് ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം. The rate of change of momentum is directly proportional to the unbalanced external force എന്നാണ് പറയുന്നത്. ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് അതിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേരനുപാതത്തിലായിരിക്കും. ഇത് ഇതേപോലെ എഴുതി പഠിക്കണം. ഇവിടം മുതൽ M മാസുള്ള വസ്തു U പ്രവേഗത്തോടെ സഞ്ചരിക്കുന്നു. T സെക്കൻഡുകൾക്ക് ശേഷം പ്രവേഗം V ആയി മാറി. എങ്കിൽ ആദ്യാക്കം എത്ര, അന്ത്യാക്കം എത്ര, ആക്ക വ്യത്യാസം എത്ര? ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് എവിടം വരെ നമ്മൾ എഴുതണം? MA വരെ എഴുതണം, MA വരെ എഴുതണം. ഇനി രണ്ടാം ചലന നിയമം അനുസരിച്ച് പറയുന്നത്, ബോഡി നോക്ക, MA എന്ന് പറയുന്നത് ആക്ക വ്യത്യാസത്തിന്റെ നിരക്കാണ്. ഈ ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് അതിൽ പ്രയോഗിക്കുന്ന ബലത്തിന് നേരനുപാതം. ഇതാണ് ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം. ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് അതിൽ പ്രയോഗിക്കുന്ന ബലത്തിന് നേരനുപാതത്തിലായിരിക്കും എന്നർത്ഥം. നമ്മൾ നോക്കിയാൽ ഇതൊരു ഇക്വേഷൻ അല്ല. ഇക്വേഷൻ ആണെങ്കിൽ there must be an equal sign, ഒരു ഈക്വൽ സൈൻ ഉണ്ടായിരിക്കണം. എന്നാൽ ഇതിനെ നമുക്ക് ഇക്വേഷനിലേക്ക് കൊണ്ടുവരണമെങ്കിൽ വലതുവശത്ത് കിടക്കുന്നതിനെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് ഗുണിക്കണം. കോൺസ്റ്റന്റ് ഞാൻ ഇവിടെ K എന്നൊരക്ഷരം കൊടുത്തു. F is equal to K into MA എന്ന് ഞാൻ ഇവിടെ എഴുതി. K ഒരു സ്ഥിരസംഖ്യയാണ്. ആ സ്ഥിരസംഖ്യയുടെ വില എത്രയാണെന്ന് എനിക്കറിഞ്ഞൂടാ, പക്ഷെ നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത്? ദാണ്ടേ, M is equal to 1 കിലോഗ്രാം മാസുള്ള വസ്തു സങ്കല്പിക്കുന്നു. ആ വസ്തുവിന്മേൽ ഞാൻ ഒരു ബലം പ്രയോഗിച്ചു. പ്രയോഗിച്ച ബലം F is equal to 1 ന്യൂട്ടൺ ബലം ഞാൻ പ്രയോഗിച്ചു. പ്രയോഗിക്കുമ്പോൾ ആ വസ്തുവിന് 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർഡ്
ആക്സലറേഷൻ ഉണ്ടായി. സങ്കല്പമാണ്. Suppose a body of mass 1 kilogram produces an acceleration 1 meter per second square, then the force applied on it is 1 Newton. m കിലോഗ്രാം മാസുള്ള വസ്തുവിന് 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർഡ് ത്വരണം ഉണ്ടാകുവാൻ 1 ന്യൂട്ടൺ ബലം പ്രയോഗിച്ചു എങ്കിൽ കെയുടെ വില എത്ര എന്ന് കണ്ടെത്താൻ പോവുകയാണ്. അത് നോക്കാം. F is equal to 1 is equal to കെയുടെ വാല്യൂ അറിയില്ല. എമ്മിന് 1, എക്ക് 1, 1 is equal to k. കെയുടെ വില യൂണിറ്റ് 1 മാറി. ഈ വില ദാണ്ടെ ഈ കൃഷ്ണകത്തേക്ക് ഞാൻ ഇടാൻ പോവുകയാണ്. F is equal to കെക്ക് പകരം 1 into ma, that is equal to ma. കണ്ട ഫോഴ്സ് കണ്ടുപിടിക്കുവാനുള്ള ഇക്വേഷൻ F is equal to ma എന്ന് നമ്മൾ ഇവിടെ കണ്ടെത്തുകയാണ്. ഇത് എങ്ങനെയാണ് ചോദ്യം വരുന്നത്? ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം അനുസരിച്ച് ബലത്തിന് ഒരു സമവാക്യം കണ്ടെത്തുക. അതുമല്ലെങ്കിൽ F is equal to ma എന്ന് പ്രൂവ് ചെയ്യുക എന്ന് തെളിയിക്കുക. എവിടം തൊട്ട് നമ്മൾ തുടങ്ങും? m മാസുള്ള വസ്തു u പ്രവേഗത്തോടെ സഞ്ചരിക്കുന്നു. t സെക്കൻഡുകൾക്ക് ശേഷം പ്രവേഗം v ആയി മാറിയെന്നിരിക്കട്ടെ. ആദ്യാക്കം ഇനിഷ്യൽ മൊമെന്റം mu, അന്ത്യാക്കം ഫൈനൽ മൊമെന്റം mv. ആക്ക വ്യത്യാസം ചേഞ്ച് ഓഫ് മൊമെന്റം mv മൈനസ് mu. ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് mv മൈനസ് mu ബൈ t. അതിനകത്തുനിന്ന് m പുറത്തെടുത്തപ്പോൾ m ഇൻറ്റു v മൈനസ് u ബൈ t എന്നായി. v മൈനസ് u ബൈ t എന്താ? a ആണ്. അപ്പോൾ ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് ma ആണെന്നർത്ഥം. മാസ് ഇൻറ്റു ആക്സലറേഷൻ. ഇതാണ് എന്തിനു വേണ്ടി ഇത് പറഞ്ഞതോ? ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം പറയാനാണ് ഇത്രയും ഇവിടെ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്. ഇനി എന്താണ് ന്യൂട്ടൺ പറഞ്ഞത്? ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് അതിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേരനുപാതത്തിലായിരിക്കും. ചെറിയ ബലം പ്രയോഗിച്ചാൽ ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് കുറവായിരിക്കും. വലിയ ബലം പ്രയോഗിച്ചാൽ ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് വലുതായിരിക്കും. അതാണ് ആനുപാതിക ബന്ധം എന്ന് പറയുന്നത്. രണ്ടാം ചലന നിയമം പഠിക്കണം. എന്നിട്ട് നമ്മൾ അത് പ്രൂവ് ചെയ്യുന്നത് ഇവിടം വരെ നമ്മൾ എഴുതി കഴിഞ്ഞു. അതിനെ ഒരു സമവാക്യത്തിലേക്ക് കൊണ്ടുവരുന്നു. F is equal to k into ma. കണ്ട, ഇത് അസന്തുലിത ബാഹ്യബലത്തിന് നേരനുപാതത്തിൽ ഇവിടെ എഴുതി അതിനെ സമവാക്യത്തിലേക്ക് കൊണ്ടുവന്നു. k ഒരു സ്ഥിരസംഖ്യയാണ്. ആ കെയുടെ വില കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഒരു സങ്കല്പം m 1 കിലോഗ്രാം, F 1 ന്യൂട്ടൺ പ്രയോഗിച്ചപ്പോൾ 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർഡ് ആക്സലറേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കെയുടെ വില 1 മാറി. ആ കെയുടെ വില 1 ഈ ഇക്വേഷനകത്തേക്ക് ഇടുമ്പോൾ F is equal to ma എന്ന് നമുക്ക് ഇവിടെ കിട്ടുകയാണ്. എഴുതി പഠിക്കണം. സങ്കല്പം ആദ്യം കൊടുക്കണം. എന്നിട്ട് ഈ ഓരോ സ്റ്റെപ്പുകൾ എഴുതി പഠിക്കണം. രണ്ടാം ചലന നിയമം അനുസരിച്ച് ബലത്തിനൊരു സമവാക്യം കണ്ടുപിടിക്കാൻ പറയുന്നു. അല്ലെങ്കിൽ F is equal to ma എന്ന് തെളിയിക്കാൻ പറയുന്നു. ഇനി നോക്കാം. F is equal to ma എന്നുള്ള ഇക്വേഷനിൽ മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം, ആക്സലറേഷന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പൊ ബലത്തിന്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർഡ്. ഇത് രണ്ടും കൂടെ ചേർന്നാണ് ന്യൂട്ടൺ എന്ന് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ബലത്തിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ് എന്നറിഞ്ഞിരിക്കണം. ന്യൂട്ടൺ. ഇനി ചിലപ്പോൾ 1 ന്യൂട്ടൺ എന്നാൽ എന്താണെന്ന് ചോദിക്കും. നോക്കിയേ, ഇവിടെ ഞാൻ 1 കൊണ്ട് ഗുണിച്ചു, ഇവിടെയും 1 കൊണ്ട് ഗുണിക്കുന്നു, ഇവിടെയും 1 കൊണ്ട് ഗുണിക്കുന്നു. അങ്ങനെ വരുമ്പോൾ 1 ന്യൂട്ടന്റെ ഡെഫിനിഷൻ നമുക്ക് എങ്ങനെ പറയാം?
1 കിലോഗ്രാം മാസുള്ള വസ്തുവായിരിക്കണം. അതിന് 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർഡ് ത്വരണം ഉണ്ടാകണം. അതിനാവശ്യമായ ബലത്തിന്റെ അളവാണ് 1 ന്യൂട്ടൺ. The quantity of force required to produce an acceleration 1 meter per second squared on a body of mass 1 kilogram. കണ്ട, 1 കിലോഗ്രാം മാസുള്ള വസ്തുവിന് 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർഡ് ത്വരണം ഉണ്ടാകുവാൻ ആവശ്യമായ ബലത്തിന്റെ അളവാണ് 1 ന്യൂട്ടൺ. ഇതൊക്കെ പഠിച്ചു വെക്കണം. PSC പരീക്ഷയ്ക്കൊക്കെ വരുമ്പോൾ ഇതെല്ലാം അവിടെ പ്രാധാന്യമുള്ള കൊച്ചു കൊച്ചു ചോദ്യങ്ങളാണ് അവിടെ. ഇതോ എഴുതി പഠിക്കണം. ഇന്ന് ചെറിയൊരു വീഡിയോ ആണ്, എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ഇടുന്നത്. ഈ ചാപ്റ്ററിന് കുറച്ചുകൂടി കാര്യങ്ങളുണ്ട്. അത് 2 ദിവസം കഴിയുമ്പോൾ, സ്കൂൾ തുറന്നതിന് ശേഷം അടുത്ത ഒരു വീഡിയോ ഇടുമ്പോൾ 3ാമത്തെ ചാപ്റ്റർ അവിടെ കൊണ്ട് അവസാനിക്കും. നിങ്ങൾ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, എത്തിക്കാനുള്ളിടത്ത് എത്തിക്കണം. നിങ്ങളുടെ ഷെയർ ചെയ്യാന്ന് പറഞ്ഞാൽ അതാണ്. എല്ലാവർക്കും വീണ്ടും അടുത്ത വീഡിയോയിലേക്ക് ഇപ്പോഴേ ഹൃദ്യമായ സ്വാഗതം പറയുകയാണ്. ബൈ. ഓക്കെ.